പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കൂ. ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാനാണ്. ഇന്ന് നമ്മളെ മറ്റേ കുട്ടിയില്ലേ, കണ്ണ് കാണാത്ത നമ്മൾ റെസ്ക്യൂ ചെയ്ത കുട്ടിയില്ലേ, അവളെന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരുന്നു നമ്മുടെ സുഹൃത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് എടുക്കണം. എന്തായാലും അവളവിടെ സെറ്റാവുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എടുക്കണം. അവർ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് നിർത്താൻ സ്ഥലമില്ലാത്തായിരുന്നു. വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 6 ആൾക്കാരായി. അതും അപ്പുറത്തെ കാൻ്റെ പറമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിന് ചുറ്റും വീടുകളാണ്. അതും പ്രശ്നങ്ങൾ, കുരയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ നമ്മളെ ഈ പ്രവർത്തനങ്ങളൊന്നും. ഇപ്പം ഇന്ന് എമർജൻസി ആയിട്ട് കുട്ടീനെ എടുക്കുകയാണ്. അവിടെ നിന്ന് പ്രതിഭേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതിഭേട്ടൻ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് പ്രതിഭേട്ടൻ ഹോസ്പിറ്റലിൽ കാണിക്കട്ടെ. എന്തായാലും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നൊരു പ്രതിഭേട്ടന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഭേട്ടൻ നമ്പർ ചെയ്ത് കൊടുക്കുക, പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ കല്ലുംപുറം പോയിട്ട് അവളെ എടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങാണ്. അവളെ എടുക്കാൻ പോവാണ്. ആ കുഞ്ഞിനെടുത്തിട്ട് നേരെ വരും പടിഞ്ഞാറങ്ങാടി വയറിന് കയറ് കുടുങ്ങിയിട്ട് ഏതൊരു ചേട്ടൻ കുഴിയിൽ നിന്ന് കയറ്റിയതാണ്. പക്ഷേ കയറ് ഊരാൻ പുള്ളിക്ക് പറ്റിയില്ല. അത് കുടുങ്ങിയിട്ടുള്ള പ്രശ്നം. നല്ലത് ചെയ്തതാണ്, പക്ഷെ അങ്ങനെ ഇനി അതിനെ പിടിച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ മഞ്ചേരിക്ക് പോവാം. മഞ്ചേരിയിലൊരു പെൺകുട്ടി ഒരു നായ വണ്ടി ഇടിച്ചിട്ട് വളരെ ദുരവസ്ഥയിൽ കാലിൻ്റെ അവിടെ നിന്ന് സെറ്റായിട്ട് മൊത്തം പോയിരിക്കണം. 2 കാലും വല്ലാത്ത അപകടാവസ്ഥയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ എടുക്കണം. ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഈ പെൺകുട്ടി ഒരുപാട് ദിവസമായി എന്നെ വിളിക്കുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല. മഞ്ചേരിയിൽ ഒരുപാട് ആൾക്കാരുടെ നമ്പർ ഞാൻ കൊടുത്തു. പ്രതിഭൻ്റെ ഷെൽട്ടറിൽ എങ്ങനെ ഇതിൽ എത്തിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല, ആരും സഹായിക്കാൻ ഉണ്ടായില്ല. വേറെ മാർഗ്ഗമില്ല. അതിൻ്റെ മുന്നേ കോട്ടയ്ക്കൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു ഒരു ബ്രോ, നമ്മുടെ വീഡിയോ ആണ്. അദ്ദേഹത്തിനറിയാം എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങോട്ടും എനിക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ ആ കുഞ്ഞിനെയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുപോവുക? അതല്ല ഇതിൻ്റെ സാഹചര്യം. അപ്പോൾ രണ്ടിനെയും പ്രതിഭേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്, ആ മഞ്ചേരിയിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് വീണ്ടും പാലക്കാട് പ്രതിഭേട്ടൻ ഷെൽട്ടറിലേക്ക് പോകണം. ഞാൻ എപ്പോൾ എത്തും ഒന്നും അറിയില്ല. എൻ്റെ യാത്രയൊക്കെ സുഖമാവാൻ പ്രാർത്ഥിക്കൂ. മാത്രമല്ല എനിക്ക് വേഗം ഒന്ന് തിരിച്ചു വരണം. ഇന്ന് വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. അതിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു കുടുംബ പ്രശ്നമായി. അത് ആവും. പിന്നെ വീട്ടിൽ നമ്മളെ മക്കൾ എല്ലാവർക്കും പാല് ഭക്ഷണം കൊടുക്കണം. ഇന്ന് അമ്മേനെ ജോലിക്ക് പറഞ്ഞയച്ചില്ല. അപ്പോൾ അമ്മേനെ ഒന്ന് വീട്ടിൽ നിർത്തിയിറക്കാം. അമ്മ എനിക്ക് പകരം അവരെ നോക്കണമൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പോകാൻ പോകുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ വഴി നിങ്ങളെ അറിയിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.